നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. മേനകയും വരുണും ഗുലാം നബിയും കോൺഗ്രസിലേക്ക്. കോൺഗ്രസ് വിട്ട നേതാക്കൾ വീണ്ടും കോൺഗ്രസിലേക്ക്. കണ്ണന്താനവും ടോം വടക്കനും BJP വിടുന്നു. കോൺഗ്രസിനകത്ത് ഘർവാപ്പസിക്ക് തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിന്റെ നേട്ടം ഉറപ്പിച്ച് മുന്നോട്ടു പോയ നരേന്ദ്രമോദിക്കും BJPക്കും കനത്ത തിരിച്ചടി നൽകിയ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയ തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി റിപ്പോർട്ടുകൾ പുറത്ത്. 235 സീറ്റുകൾ മാത്രം നേടാൻ കഴിഞ്ഞ BJP ഭൂരിപക്ഷത്തിന്റെ സീറ്റ് ഒപ്പിക്കാൻ 2 പ്രാദേശിക പാർട്ടികളുടെ സഹായം തേടിയാണ് അധികാരത്തിൽ വന്നത്. മൂന്നാം മോഡി സർക്കാർ അധികാരമേറ്റെങ്കിലും ഈ സർക്കാരിന്റെ ആയുസ് ഏറെക്കാലം നീണ്ടു നിൽക്കില്ല എന്ന തിരിച്ചറിവിലാണ് മുതിർന്ന നേതാക്കൾ പലരും. BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയിലെ മറ്റുള്ള ഘടക കക്ഷികളും ആശങ്കയിലാണ്. ഇപ്പോൾ പിന്തുണയ്ക്കുന്ന 2 വലിയ പാർട്ടികൾ വൈകാതെ പലതരത്തിലുള്ള പിടിവാശിയും കാണിക്കുമെന്നും പ്രധാനമന്ത്രി അതിന് വഴങ്ങിയില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കും എന്നുമുള്ള ചർച്ചകൾ രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. വലിയ ആവേശത്തോടുകൂടി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്ന പല മുതിർന്ന നേതാക്കളും തിരികെ കോൺഗ്രസിൽ എത്തുന്നതിനുള്ള ചർച്ചകളിലാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു പോയ മേനകാ ഗാന്ധിയും മകനായ വരുൺ ഗാന്ധിയും കോൺഗ്രസിൽ തിരികെ എത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ നേതാവായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്ന പാതയിലാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി തകർച്ചയിലേക്ക് നീങ്ങുന്നതും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവസരവാദികളായ പല നേതാക്കളും സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് BJPയിൽ മറ്റും ചേർന്നത്. BJPക്ക് തുടർ ഭരണം ഉണ്ടായപ്പോൾ ഇനി രാജ്യത്ത് കോൺഗ്രസിന് രക്ഷയില്ല എന്ന പ്രചരണത്തിന്റെ വലയിൽ വീണാണ് മുതിർന്ന നേതാക്കളോടൊപ്പം പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. 2014 മുതൽ 2021 വരെയുള്ള 7 വർഷത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് MP സ്ഥാനവും MLA സ്ഥാനവും സ്വന്തമാക്കിയ 399 നേതാക്കളാണ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് BJPയിലേക്ക് പോയത്. അധികാരത്തിലിരിക്കുന്ന BJP എന്ന പച്ചത്തുരുത്ത് കണ്ട് മനസ്സ് മയങ്ങിയ നേതാക്കൾ BJPയിലേക്ക് ഒഴുകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ ലക്ഷണം മാത്രമല്ല, ഒരിക്കലും തോൽക്കില്ലാത്ത നേതാവ് എന്ന് അഹങ്കരിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷത്തിൽ തലകുത്തി വീണത് രാഷ്ട്രീയ പ്രക്ഷാന്തേഹികളുടെ ഹൃദയമിടിപ്പ് കൂട്ടുകയും ചെയ്തു. കോൺഗ്രസ് വിട്ടുപോയ നിരവധി നേതാക്കൾ പാർട്ടിയിലേക്ക് മടങ്ങിയെത്താൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ BJPക്ക് ഉണ്ടായ വലിയ പരാജയം രാജ്യത്തൊട്ടാകെ BJPയിലേക്ക് ചെന്ന നേതാക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുമുണ്ട്. BJPയിലേക്ക് കുടിയേറിയ മലയാളികളായ അൽഫോൺസ് കണ്ണന്താനവും ടോം വടക്കനും BJPയിൽ നിന്ന് രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നതായും വാർത്തയുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന മറ്റു ചില നേതാക്കളും തിരിച്ചുവരവിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഉത്തരേന്ത്യയിലെ സംസ്ഥാന രാഷ്ട്രീയങ്ങളിൽ വലിയ ഉയരത്തിലും ശക്തിയിലും നിന്നിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുന്ന സ്ഥിതി വരെ ഉണ്ടായി. കോൺഗ്രസിന്റെ പാർട്ടി വക്താവായിരുന്ന ജയവീർ, പഞ്ചാബിലെ മുൻ PCC പ്രസിഡന്റായ സുനിൽ ജാക്കർ, ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായിരുന്ന PRN സിംഗ്, മുൻ കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അശ്വിനി കുമാർ, ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവ് ഹാർദിക് പട്ടേൽ, പാർട്ടി വക്താവായിരുന്ന ഗൗരവ് വല്ലഭ്, പ്രശസ്ത ബോക്സർ വിജേന്ദർ സിംഗ്, 3 തവണ കോൺഗ്രസ് MP ആയിരുന്ന രവനീത് സിംഗ്, ബിട്ടു MPമാരും മുതിർന്ന നേതാക്കളായ നവീൻ ജിൻഡാൽ, അശോക് തൻവർ തുടങ്ങിയവരും മാതൃ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ ശ്രമം ആരംഭിച്ചതായി വാർത്തകളുണ്ട്. ദേശീയ തലത്തിൽ വലിയ അംഗീകാരം നേടിയ കോൺഗ്രസിന്റെ ഉയർന്ന പദവികളിൽ എത്തിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ, അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയായ മേനകാ ഗാന്ധി, മകനായ വരുൺ ഗാന്ധി, ഇവരും കോൺഗ്രസിലേക്ക് തിരികെ എത്തുന്നതിനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി വാർത്തയുണ്ട്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും പാർട്ടി നേതാവായ രാഹുൽ ഗാന്ധിയും ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരം കോൺഗ്രസിനകത്ത് ഒരു ഘർ വാപ്പസി അഥവാ തറവാട്ടിലേക്ക് തിരിച്ചെത്തൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വിട്ടുപോയ എല്ലാ നേതാക്കളെയും തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടന്നു വരുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി BJPയുടെ 3ാം സർക്കാർ അധികാരത്തിലെത്തിയെങ്കിലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ പ്രതാപം കെട്ടടങ്ങിയിരിക്കുന്നു എന്ന പ്രചരണമാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ മോഡിക്ക് തിരിച്ചടി ഉണ്ടായതും പാർട്ടിക്ക് ദേശീയ തലത്തിൽ തകർച്ച സംഭവിച്ചതും BJP എന്ന പാർട്ടിയുടെയും പ്രധാനമന്ത്രിയുടെയും ഭാവി താഴേക്കാണ് എന്ന വസ്തുതയുടെ തെളിവുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് BJPയുടെ എല്ലാ കാലത്തെയും വളർച്ചയ്ക്ക് ഊർജം പകർന്നിരുന്ന
RSS സംഘപരിവാർ നേതൃത്വങ്ങളുമായി BJP പാർട്ടി നേതൃത്വം അകലുന്ന സ്ഥിതി ഉണ്ടായത്. ഈ അകൽച്ച ഉത്തർപ്രദേശിലടക്കം വലിയ തോതിൽ പാർട്ടിയെ ബാധിച്ചതാണ് കനത്ത തോൽവിക്ക് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം മോഡി ഭരണത്തിന് ഇനിയൊരു തുടർച്ച ഉണ്ടാകില്ല എന്ന് വെളിപ്പെടുത്തുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. BJPയിൽ ഇനിയും തുടർന്നാൽ ഭാവി അപകടത്തിലാകും എന്ന തിരിച്ചറിവ് വന്നതോടെയാണ് കേരളത്തിലേതടക്കം കോൺഗ്രസ് വിട്ടുപോയ പല നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പാർട്ടി വിട്ട നേതാക്കളെ തിരികെ പാർട്ടിയിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ സംസ്ഥാനത്തും നടത്തുന്നതിന് സോണിയാഗാന്ധിയും നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോണിയാഗാന്ധിയുമായി വലിയ തോതിൽ മാനസിക അടുപ്പമുണ്ടായിരുന്ന മുതിർന്ന പാർട്ടി വിട്ടുപോയ നേതാക്കളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടം എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം.